മലയാളിയുടെ വൈകൃതമായ മനസ്സ് എവിടെയാണ് ചെന്ന് നിൽക്കുന്നതെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അത് സംഭവിച്ചോ എന്ന് മാത്രമാണ് മലയാളിക്ക് അറിയേണ്ടത്. അതൊന്നുമില്ലാത്ത പ്രശ്നമാണ് മലയാളിക്ക് ലൈംഗികത. സർട്ടിഫിക്കറ്റ് കിട്ടിയത് എ സർട്ടിഫിക്കറ്റാണ്. ഈ സീനുകൾ കൊണ്ടാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ സിനിമ കണ്ടില്ലല്ലോ. അപ്പോൾ അതല്ല, ശരിക്കും പൃഥ്വിരാജിൻ്റെ ന്യൂഡിറ്റി കൊണ്ടാണ് എ സർട്ടിഫിക്കറ്റിലേക്ക് രംഗം ഷൂട്ട് ചെയ്തിട്ടേ ഇല്ല. അദ്ദേഹത്തിൻ്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്ക് മാധ്യമങ്ങൾ കടന്നു കയറേണ്ട യാതൊരു സാധ്യതയുമില്ല എന്നുള്ളതാണ്. നമ്മളിതിനെ അദ്ദേഹത്തെ അങ്ങനെ പ്രൊമോഷന് വേണ്ടി ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ അദ്ദേഹത്തെ മ്യൂസിക് ലോഞ്ചിന് വേണ്ടി മാത്രം വിളിച്ച് ആദരിക്കുക മാത്രമാണ് ചെയ്തത്. അല്ലാതെ നമ്മൾ പത്രസമ്മേളനത്തിൽ കൊണ്ടുപോകുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ അദ്ദേഹം അവിടെ ഉണ്ട് എന്നുള്ള കാര്യം അടയാളപ്പെടുത്തേണ്ടത്. ബെൻ ഓക്രി എന്ന് പറയുന്ന എഴുത്തുകാരൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ അനുഭവിച്ചത്, നമ്മൾ വായിച്ചത്, നമ്മൾ ഓർക്കുന്നത്, ഇത് മൂന്നുമാണ് എന്നുള്ളത്. ബുക്ക് ടോക്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ ബുക്ക് ടോക്കിൽ 2008 പ്രസിദ്ധീകരിച്ചൊരു പുസ്തകത്തിൻ്റെ എഴുത്തുകാരനുമായാണ് നമ്മൾ സംവദിക്കുന്നത്. ആടുജീവിതം സിനിമയാവുമ്പോൾ എഴുത്തുകാരന്, സാഹിത്യകാരന് നോവലിനെക്കുറിച്ചും നോവൽ സിനിമയായതിനെക്കുറിച്ചും എന്ത് പറയാനുണ്ട് എന്ന് അന്വേഷിക്കുകയാണ്. നമസ്കാരം, സ്വാഗതം. നമസ്കാരം, താങ്ക് യു. തീർച്ചയായിട്ടും ഇതൊരു വലിയ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ആഹ്ലാദത്തിൻ്റെ നിമിഷമായിരിക്കും. ഒരെഴുതിയ കൃതി ലോകത്തിൻ്റെ മുന്നിലേക്ക് ഒരു ദൃശ്യാനുഭവമായിട്ട് മാറുന്നു. അതും പ്രശസ്തനായൊരു സംവിധായകൻ്റെ, പ്രശസ്തരായ അഭിനേതാക്കൾ എല്ലായിടത്തും സ്വീകരിക്കപ്പെടുന്നു. മലയാള സാഹിത്യത്തിൽ സാഹിത്യകൃതികൾ സിനിമയായത് വളരെയധികം ചരിത്രമുണ്ട്. അതിന് 1960കളിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട, അക്കാലത്തെ പ്രധാനപ്പെട്ട സിനിമകളെല്ലാം തന്നെ സാഹിത്യ സൃഷ്ടികളെ അനുബന്ധമാക്കിയുണ്ടായതാണ്. തകഴിയായാലും ബഷീർ ആയാലും MT ആയാലും അവരെല്ലാം അവരുടെ കൃതികളെ പല രീതിയിൽ പല സംവിധായകരാൽ സിനിമയാക്കിയിട്ടുണ്ട്. അതിൽ നിന്നുള്ള വരുന്ന ഒരു വ്യത്യാസം 40 വർഷം അല്ലെങ്കിൽ 50 വർഷം പിന്നിടുമ്പോൾ കാണുന്ന ഈ സിനിമയിലേക്ക് വരുമ്പം കാണുന്ന ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം ഞാൻ കാണുന്നത്, അവരൊക്കെ സിനിമയ്ക്ക് അവരുടെ കഥ കൊടുത്തതിന് ശേഷം അതിൽ നിന്ന് മാറി നിന്നവരാണ്. ഇവിടെ സിനിമയോടൊപ്പം നടക്കുകയാണ് ബെന്യാമിൻ എന്ന എഴുത്തുകാരൻ. ഇതൊരു മാറ്റമാണ്. ഒരുപക്ഷെ അതിൻ്റെ കഥയ്ക്കപ്പുറത്ത് ക്രിയാത്മകമായ എന്തെങ്കിലും അതിൽ ഇടപെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സിനിമയിൽ അങ്ങനെയൊന്നും പറയുന്നില്ല. പക്ഷേ സിനിമയോടൊപ്പം ആ എഴുത്തുകാരൻ കൂടിയുണ്ട്. അത് എങ്ങനെയാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയത്? ഒരു പക്ഷേ കാലഘട്ടത്തിൻ്റെ മാറ്റമാണോ, അല്ല മറ്റെഴുത്തുകാരൊന്നും ചെയ്യാത്ത ആ ഒരു ഇതിലേക്ക് പോയതിൻ്റെ ഒരു കാരണം പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. ഒന്ന്, ഈ പറഞ്ഞതുപോലെ ആദ്യമായിട്ട് ഈ ദീർഘമായൊരു കാലത്തിന് ശേഷം മലയാള സാഹിത്യത്തിൽ നിന്നൊരു കൃതി സിനിമയിലേക്ക് വരുന്നു എന്നുള്ള ഒരു വലിയ സന്തോഷകരമായ കാര്യമുണ്ട്. അതിലൂടെ മലയാള സാഹിത്യത്തിന് മൊത്തത്തിലാണ് ഒരു ഉണർവുണ്ടാവാൻ പോകുന്നത് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷങ്ങളിലൊന്ന്. സ്വാഭാവികമായും ആടുജീവിതത്തിനുണ്ടായിട്ടുള്ള ഈ വിജയം മറ്റ് സംവിധായകരുടെ കണ്ണ് തുറപ്പിക്കുകയും നമ്മുടെ മറ്റനേകം കൃതികളിലേക്ക് അവരെത്തി നോക്കാൻ പ്രേരിപ്പിക്കുകയും അതൊക്കെ സിനിമ ആവാനുള്ള സാധ്യത ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. സിനിമയോടൊപ്പമുള്ള നടപ്പ് എന്ന് പറയുന്നത് ഞാൻ മനഃപൂർവ്വം തിരഞ്ഞെടുത്തതല്ല. സംവിധായകൻ ബ്ലസ്സി ഉൾപ്പെടെയുള്ളവർ എന്നെ ഇതിൻ്റെ ഭാഗവാക്കാക്കണം എന്ന് തീരുമാനിച്ചതുകൊണ്ടും നിരന്തരമായ തിരക്കഥയുടെ ചർച്ചകൾ ഉൾപ്പെടെ എല്ലാ ചർച്ചകളുടെയും ഭാഗമാക്കാതെ എന്നെ കൂടെ കൂട്ടി നിർത്തിയത് കൊണ്ട് മാത്രം സംഭവിച്ചതാണ്. അത് ഷൂട്ടിംഗ് ലൊക്കേഷനിലാണെങ്കിൽ പോലും അദ്ദേഹത്തിന് അങ്ങനെ ഒരു തീരുമാനമുണ്ടായിരുന്നു. വേണമെങ്കിൽ കഥ വാങ്ങിച്ചിട്ട് ശരി ഇനി നിങ്ങൾ വീട്ടിൽ ഇരുന്നാൽ മതിയെന്ന് അദ്ദേഹത്തിന് തീരുമാനിക്കാമായിരുന്നു. പക്ഷേ അങ്ങനെയല്ല. നിങ്ങൾ ലൊക്കേഷൻ ഉണ്ടാവണം, സംഭാഷണങ്ങൾ പറയുന്നിടത്തുണ്ടാവണം, എന്താണെന്ന് അറിയണം, ഇതെങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് നമ്മളോട് അറിയണം എന്നുള്ളൊരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇത്. അത് സിനിമാക്കാർക്കുണ്ടായിട്ടുള്ള ഒരു വലിയ ഒരു ബോധ്യത്തിൻ്റെ എഴുത്തുകാരോടുള്ള ഒരു ബഹുമാനമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഈ പ്രോസസ്സൊക്കെ പഠിക്കാൻ, എന്താണെന്ന് അറിയാൻ ഒക്കെ നമുക്ക് കൂടി ഒരു അവസരം കിട്ടുന്ന ഒന്നായിട്ടാണ് ഞാൻ അതിനെ നോക്കിക്കാണുന്നത്. ഔദ്യോഗികമായിട്ട് അവർ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഇതിൽ പല രംഗങ്ങളിലും ബെന്യാമിൻ്റെ ഇടപെടലുകൾ, എഴുത്തുകാരൻ എന്ന രീതിയിൽ ഇടപെടലുകൾ ഉണ്ടായിരുന്നു എന്നാണ് അതിന് വ്യക്തമാകുന്നത്. അതായത് തിരക്കഥ എഴുതി ബ്ലസ്സി സാറാണ് എഴുതിയതിന് ശേഷം എന്നെ കാണിക്കുകയും ഞങ്ങൾ തമ്മിൽ അതിനെക്കുറിച്ച് ചർച്ചയുണ്ടാവുകയും ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് ബ്ലസ്സി സാറിൻ്റെ ഒരു രീതി അനുസരിച്ച് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് തന്നെ ഈ സംഭാഷണങ്ങൾ മാറ്റുകയും അപ്പോഴത്തെ രീതിയിൽ അത് റെൻഡർ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ വെച്ചൊരു ഒരു സംഭാഷണം മാറ്റണമെങ്കിൽ പിന്നെ അവൻ ഇതിങ്ങനെ എഴുതിയാൽ ഓക്കെ ആണോ, ഇത് കൊള്ളാമോ എന്ന് ചോദിക്കുന്ന ഒരു അഭിപ്രായം ഒരു സുഹൃത്ത് എന്ന നിലയിൽ നമ്മളോട് ചോദിക്കുന്ന ഒരു കൊടുക്കുവാങ്ങൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ ഒരു രസം. ഒരുപക്ഷെ മലയാള സാഹിത്യത്തിൽ ഇപ്പോൾ പുതിയ പല എഴുത്തുകാരും സിനിമയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ സിനിമ മുന്നിൽ കണ്ടുകൊണ്ട് നോവൽ എഴുതുകയും കഥകൾ എഴുതുന്ന ഒരു കാലമാണ്.
അങ്ങനെയല്ല ആടുജീവിതം എന്തായാലും. ആടുജീവിതം എന്നല്ല എൻ്റെ ജീവിതത്തിലെ ഒരു കഥകളൊന്നും അങ്ങനെയല്ല. സാഹിത്യത്തിൻ്റെ ഒരു പ്രശ്നമായിട്ട്, പുതിയ കാല സാഹിത്യത്തിൻ്റെ പ്രശ്നമായിട്ട് ഞാനൊക്കെ കാണുന്ന ഒരു കാര്യമാണ് സിനിമയെ മുന്നിൽ കണ്ടുകൊണ്ട് കഥ എഴുതുക അല്ലെങ്കിൽ നോവൽ എഴുതുക എന്നുള്ളത്. സിനിമ മുന്നിൽ കണ്ടുകൊണ്ട് കഥ എഴുതുക എന്നാൽ മാത്രമല്ല, നാളെ ഒരിക്കൽ സിനിമാക്കാരനാവാം എന്ന് വിചാരിച്ച് സാഹിത്യത്തിൽ എത്തുകയും ചെയ്തു. സാഹിത്യം എന്ന് പറയുന്നത് സിനിമയിലേക്കുള്ളൊരു ചുവട് തുടക്കമാണ് എന്ന മട്ടിലും കരുതുന്നതാണ്. ഞാൻ അതിനെയും അങ്ങനെ കാണുന്നില്ല ഒരു കാലത്തും. ഇതിപ്പോൾ യാദർച്ഛികമായി സംഭവിച്ചു എന്നുള്ളതല്ലാതെ എന്നെങ്കിൽ ഞാൻ എല്ലാ കാലത്തും സാഹിത്യകാരനായി തുടരാനാണ് എൻ്റെ. അതുകൊണ്ട് തന്നെയാണ് എനിക്കൊരു ചോദ്യം. ഈ 2008 ഇങ്ങനൊരു നോവൽ എഴുതിയപ്പോൾ അല്ലെങ്കിൽ അത് പ്രസിദ്ധീകരിച്ച് വന്നപ്പോൾ എന്തെങ്കിലും അതൊരു സിനിമ എന്ന് പറയുന്നത് മറ്റുള്ളവരല്ലാതെ ബെന്യാമിന് സ്വയമായിട്ട് അതിനൊരു വീക്ഷണം ഉണ്ടായിരുന്നു, ഇത് സിനിമയായെങ്കിൽ? ഒരിക്കലും ഇല്ല. കാരണം ഈ നോവൽ പുറത്തു വന്ന് അധികം വൈകുന്നതിന് മുമ്പ് തന്നെ ലാൽ ജോസ് എൻ്റെ റൈറ്റ്സ് ചോദിച്ചിരുന്നു. ഞങ്ങൾ തമ്മിൽ അതിനെ സംബന്ധിച്ച് ചർച്ചകൾ ഉണ്ടായതാണ്. പിന്നീടാണ് ബ്ലസ്സിയിലെത്തുന്നത്. അപ്പോൾ അതിനൊന്നും അധികം കാലതാമസം ഉണ്ടാകുന്നതിന് മുമ്പേ തന്നെ ഇതെല്ലാം സംഭവിച്ചതുകൊണ്ട് എനിക്ക് അങ്ങനെ ചില ആലോചനകളിലേക്ക്, ഒരു നോവൽ പ്രസിദ്ധീകരിച്ചു, അത് കാത്തിരുന്ന് പിന്നെ അത് നോക്കുമ്പോൾ ഇതിന് സിനിമാ സാധ്യതയുണ്ടല്ലോ എന്ന് വിചാരിക്കുന്നു. പക്ഷേ അങ്ങനെ ഒരു സാധ്യത ഒരുപക്ഷെ വേണമെങ്കിലുള്ളത് മഞ്ഞവെയിൽ മരണങ്ങൾക്കാണെന്ന് വേണമെങ്കിൽ പറയാം. മഞ്ഞവെയിൽ മരണങ്ങൾ 2011 പ്രസിദ്ധീകരിച്ചതാണ്. ഇപ്പോൾ 10-12 വർഷമായി പല ആൾക്കാരും അതിനെക്കുറിച്ച് ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അതിന് സാധ്യതയുണ്ടല്ലോ. അപ്പോൾ നമ്മളും ഇങ്ങനെ ആലോചിക്കുമ്പോൾ ശരിയാണ്, അതിന് സാധ്യതയുണ്ടല്ലോ. ഇപ്പോൾ ആടുജീവിതം വന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ആലോചിക്കുന്നു എന്നുള്ളതല്ലാതെ ആടുജീവിതത്തെ സംബന്ധിച്ച് അങ്ങനെ ഒരു ആലോചന ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്നുള്ളത്. സിനിമക്കാരിൽ നിന്ന് വന്നപ്പോൾ സമ്മതിച്ചു എന്ന് മാത്രം. തീർച്ചയായിട്ടും ഈ പിന്നീട് ഇപ്പോൾ വരുന്ന ഒരു ചെറിയ സാഹിത്യ ലോകത്തേക്കുള്ള ഒരു ആശങ്ക, അല്ലെങ്കിൽ അങ്ങനെ ചിലരൊക്കെ എന്നോട് പറഞ്ഞു, ഒരു അർത്ഥത്തിൽ എനിക്കും തോന്നിയിട്ടുണ്ട്, ബെന്യാമിൻ്റെ സാഹിത്യത്തെ സിനിമ ഹൈജാക്ക് ചെയ്യണം, ആടുജീവിതത്തെ ഹൈജാക്ക് ചെയ്തു പോവുകയാണെന്നും വായനയിലൂടെ മലയാളി മനസ്സിലാക്കിയ ആടുജീവിതം അത് നഷ്ടപ്പെടുമോ, കാഴ്ചയിലൂടെ അല്ലെങ്കിൽ ബ്ലസ്സിയുടെ ഒരു സിനിമ എന്ന രീതിയിൽ കൂടുതൽ അടയാളപ്പെടുത്തപ്പെടുമോ എന്നുള്ളതിലും ഒരുപക്ഷെ അത്തരത്തിലൊരു അഭിമുഖത്തിലൊക്കെ നിങ്ങൾ ബ്ലസ്സിയുടെ സിനിമ വളരെ മെച്ചപ്പെട്ടതാണ്, ഇതിനേക്കാൾ മെച്ചപ്പെട്ടതാണെന്നുള്ള രീതിയിലൊരു സംഭാഷണം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു ഭീഷണി നേരിടുന്നുണ്ടോ പുസ്തകത്തിൽ? അല്ല, അങ്ങനെ ഒരു ഭീഷണി ഇല്ല. ഞാനത് അങ്ങനെ സന്തോഷത്തോടു കൂടിയാണ് സിനിമയ്ക്ക് വേണ്ടി വിട്ടുകൊടുത്തത്. കാരണം വായന എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിലെ വളരെ പരിമിതമായ ആൾക്കാരിൽ ഒതുങ്ങി നിൽക്കുന്ന ഒന്നാണ്. സിനിമ എന്ന് പറയുന്നത് വ്യാപകമായ ആൾക്കാരിൽ ഇടപെടുന്ന ഒരു സാധനമാണ്. അപ്പോൾ ആ വായനാ സമൂഹത്തിൻ്റെ പുറത്തേക്ക് അത് എത്തുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഞാൻ കരുതുന്നത്. അങ്ങനെ എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അത് സംവിധായകൻ്റെ വീക്ഷണവും അതിനകത്ത് അഭിനേതാക്കളുടെ വീക്ഷണവും ഒക്കെ വെച്ചുകൊണ്ട് അതിന് മറ്റൊരു വ്യാഖ്യാനം ഉണ്ടാക്കുക മാത്രമാണ്. പക്ഷേ ഞാൻ KLF-ലാണെന്ന് തോന്നുന്നു പറഞ്ഞതുപോലെ പുസ്തകം അപ്പോഴും പുസ്തകമായി നിൽക്കുകയും വായനക്കാർ അതിനെ ആ ചെറിയ കമ്മ്യൂണിറ്റി പിന്നെയും അത് തുടരുകയും ഒക്കെ ചെയ്യും എന്നുള്ളതാണ് ചരിത്രം പഠിക്കുന്നത്. അതുകൊണ്ട് സാഹിത്യ ലോകത്ത് ആടുജീവിതം അങ്ങനെ തന്നെ നിൽക്കും എന്ന് തന്നെയാണ്. പുറത്ത് എങ്ങനെയൊക്കെ ആഘോഷിക്കുന്നു, അത് ഏത് രീതിയിൽ വ്യാഖ്യാനിക്കുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യമേ അല്ല. കാരണം നമ്മളുടെ ഒരു ഏരിയ അല്ലത്. നാളെ അത് എങ്ങനെയായാലും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല. അല്ല, മറ്റ് സാഹിത്യകൃതികളെക്കാൾ ഉപരിയായിട്ട് ആടുജീവിതത്തിനുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ മലയാളി വായിച്ചൊരു പുസ്തകമാണ്. മറ്റൊരു കൃതിയും നമ്മൾ നേരത്തെ സിനിമയാക്കിയ ഒരു കൃതികൾക്ക് ഇത്രയധികം വായനക്കാരെ സിനിമയ്ക്ക് മുമ്പേ കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ സിനിമയ്ക്ക് മുമ്പേ ഇത്രയധികം ആളുകൾ വായിച്ചൊരു സിനിമ ഒരുപക്ഷെ സംവിധായകൻ ഏറ്റവും കൂടുതൽ ചലഞ്ചായി തോന്നിയതായിരിക്കും. മലയാളിയുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കഥ, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ എപ്പോഴും തിളഞ്ഞു നിൽക്കുന്ന ഒരു കഥയെ എങ്ങനെയാണ് വിഷ്വൽ ചെയ്യുക, അവർക്ക് എന്ത് പുതുമയാണ് കൊടുക്കുക എന്ന് പറയുന്നത് സംവിധായകനെ സംബന്ധിച്ചിടത്തൊരു വെല്ലുവിളിയായിരിക്കും. അപ്പോൾ ആടുജീവിതം ഒരു സിനിമയായി കണ്ടപ്പോൾ ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിലല്ലാതെ ആ സിനിമയുമായി ബന്ധപ്പെട്ട ഒരാളെന്നുള്ള രീതിയിൽ മാറി നിന്നുകൊണ്ട് അതിനെ കാണാൻ കഴിയുമോ, അല്ല അങ്ങനെ എന്തെങ്കിലും? ഞാനൊരു പ്രേക്ഷകൻ എന്ന നിലയിലാണ് ആടുജീവിതം സിനിമ കണ്ടത്. എന്നെ സന്തോഷിപ്പിച്ച ഒരു സിനിമ എന്ന് നിശ്ചയമായിട്ടും പറയാം. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളൊക്കെ വായിച്ചവർക്കൊക്കെ ഉള്ളിൽ ആ കഥയുണ്ട്, അല്ലെങ്കിൽ സിനിമയുടെ ചില ഒഴുക്ക് ഉണ്ട്, നോവൽ അറിയാമെങ്കിൽ പോലും ഈ സിനിമ തുടങ്ങി പിന്നെ അവസാനിക്കുന്നവരെ നമ്മൾ നോവലിനെ ഓർക്കില്ല എന്നുള്ളതാണ് ആ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതിലേക്ക് നമ്മളെ മുഴുകിക്കാൻ, നമ്മൾ ചിന്തയിലേക്ക് പോയിട്ട് ഇത് ഇങ്ങനെയായിരുന്നല്ലോ അങ്ങനെയായിരുന്നല്ലോ എന്നൊന്നും ചിന്തിക്കാതെ ആ സ്ക്രീനിൽ നമ്മളെ തളച്ചിടാൻ സിനിമയ്ക്ക് കഴിയുന്നുണ്ട്, എൻഗേജ് ചെയ്യിക്കാൻ സിനിമയ്ക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു വലിയ പ്രത്യേകതയായി കണ്ടത്. ആടുജീവിതത്തിൻ്റെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് മസറയും അതിനോട് ചുറ്റപ്പെട്ട ജീവിതങ്ങളും ആയിരുന്നുവെങ്കിൽ ഈ സിനിമയിൽ അത് വളരെ കുറച്ചാക്കുകയും മരുഭൂമി അതിനകത്ത് കൂടുതൽ ദൃശ്യവൽക്കരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഇപ്പോൾ കഴിഞ്ഞ ഒരു ഇൻ്റർവ്യൂവിൽ ബ്ലസ് സാർ പറഞ്ഞതുപോലെ അതാണ് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന സാധ്യതയുള്ള ഒരു ഇടം എന്ന് സംവിധായകന് തോന്നുകയാണ്. മരുഭൂമി ഇതുവരെ കണ്ടിട്ടില്ലാത്ത ദൃശ്യത്തിന് പറ്റിയ ഒരു ഇടമെന്ന നിലയിൽ മസറ തുടർച്ചയായി വീണ്ടും വീണ്ടും കാണിച്ചുകൊണ്ടിരുന്നാൽ അത് മടുപ്പിക്കുന്ന ഒരിടമായി മാറും. കാഴ്ചയ്ക്ക് പ്രധാനപ്പെട്ടതാണല്ലോ സീൻ മാറുക എന്ന് പറയുന്നത്, പുതിയ ദൃശ്യം. അപ്പോൾ മലയാളി ഇതുവരെ കണ്ടിട്ടില്ലാത്ത മരുഭൂമിയുടെ ഒരു അനുഭവം കൊണ്ടുവരിക എന്നുള്ളതാണ് സിനിമ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങളിൽ ഒന്ന് അതാണ്.
അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഞാൻ ആസ്വദിച്ചു എന്നുള്ളതാണ്. ഒരു സാധാരണ സിനിമാ പ്രേക്ഷകൻ എന്ന നിലയിൽ ഞാനത് ആസ്വദിക്കുക തന്നെ ചെയ്തു. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് സംവിധായകൻ പോകുമ്പം പറ്റിയ ഒരു പ്രശ്നമെന്ന് പറയുന്നത്, ഒരുപക്ഷെ ആടുജീവിതം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അസാധാരണമായ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോവുക, അദ്ദേഹത്തിൻ്റെ ഒറ്റപ്പെടൽ, അദ്ദേഹത്തിൻ്റെ വേദന, അദ്ദേഹത്തിൻ്റെ ജീവിത കാഠിന്യത്തിൻ്റെ അങ്ങേയറ്റം സംഭവിച്ചൊരു മനുഷ്യൻ. ആ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഇൻ ടോട്ടാലിറ്റിയാണ് ആ നോവൽ പറയുന്നത്. പക്ഷേ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ഒരു രക്ഷപ്പെടൽ എന്ന് പറയുന്ന രീതിയിൽ ഒരു സർവൈവൽ എന്ന രീതിയിലേക്ക് അത് ഫോക്കസ് ചെയ്തു. ഒരു സംവിധായകൻ്റെ ചോയ്സാണ് അത്. എഴുത്തിനും സിനിമയും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളിലൊന്ന്, ഈ നോവൽ മുന്നോട്ട് വെക്കുന്നത് ഒരാൾ ഒരു സ്ഥലത്ത് ചെന്നിട്ട് അടിമപ്പെടുന്ന അല്ലെങ്കിൽ അതിന് വിധേയപ്പെടുന്ന ഒരു കാര്യമാണത് മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഈ ഡയസ്പോറ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് വളരെ വലിയ ആലോചനകളുണ്ട്. നമ്മൾ ഈ മൈഗ്രേഷനും അവിടെ ചെന്നിട്ട് പിന്നെ അതുമായിട്ടുള്ള അഡാപ്റ്റേഷനും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു സ്ഥലത്ത് ചെല്ലുന്നു, അത് ഇപ്പം നിങ്ങൾ മരുഭൂമിയിൽ മാത്രമല്ല, ലോകത്ത് എവിടെയായാലും ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അതുമായിട്ട് എങ്ങനെ അഡാപ്റ്റ് ചെയ്യുന്നു എന്നുള്ള വളരെ തിയറിറ്റിക്കലായ ഒരു സാധനം ആ നോവൽ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇപ്പോൾ അമേരിക്കയിലെ ട്രോയ് യൂണിവേഴ്സിറ്റിയിലൊക്കെ ആ പുസ്തകം പഠിപ്പിക്കുന്നത് ഈ മൈഗ്രേഷൻ ആൻഡ് അഡാപ്റ്റേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റിന്മേൽ എങ്ങനെ ഈ നോവൽ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് നജീബ് മസ്രയിൽ അതെങ്ങനെ സ്ഥാപിച്ചെടുക്കുന്നു. പിന്നെ എന്താണ് സൽമാൻ റുഷ്ദിയൊക്കെ പറയുന്നത് പോലെ ഈ നമ്മൾ മറ്റൊരാൾ മൈഗ്രേഷനിൽ പോകുമ്പോൾ അതിൽ തൻ്റെ പരിസരങ്ങളെ എങ്ങനെ കൂടെ കൊണ്ടുപോകുന്നു എന്ന് പറയുന്ന ആശയം. അപ്പം അങ്ങനെയാണ് മലയാളി പുറത്ത് പോകുമ്പോൾ അവൻ്റെ പെരുന്നാളിനെ കൊണ്ടുപോകുന്നത്, അവൻ്റെ ഉത്സവങ്ങളെ കൊണ്ടുപോകുന്നത്, അവൻ്റെ കറിവേപ്പില വീടിൻ്റെ പുറകിൽ കൊണ്ടുവന്ന് വെക്കുന്നത്. അങ്ങനെ അവൻ്റെ പരിസരങ്ങളെ അവൻ സൃഷ്ടിക്കാൻ ശ്രമിക്കും. ഇവിടെ നജീബ് എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യുന്നത് ഈ ആടുകൾക്കിടയിൽ അവൻ്റെ ജീവിതം, അവൻ്റെ പരിസരം സൃഷ്ടിക്കാൻ ശ്രമിച്ചുകൊണ്ട് അത് ജീവനത്തിന് വേണ്ടി ശ്രമിക്കുന്ന ഒന്നാണ്. സിനിമ അതല്ല. അവൻ എന്താണ് അതിന് എല്ലായ്പ്പോഴും കുതറിക്കൊണ്ടേയിരിക്കുന്ന, അതിനൊരിക്കലും വഴങ്ങിക്കൊടുക്കാത്ത, ആ മസറയിൽ വീണു പോകാത്ത ഒരാളായിട്ടാണ് സിനിമ ചിത്രീകരിക്കുന്നത്. അത് അതിനുള്ള സ്വാതന്ത്ര്യം ആ പുസ്തകത്തിൽ നിന്ന് വീണ്ടെടുക്കാനുള്ള ഒരു സാധ്യത സംവിധായകനുണ്ട്. അങ്ങനെ സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ടാണ് നമ്മൾ തിരക്കഥാ രചനയിലേക്ക് പോയിട്ടുള്ളത്. ആ സാധ്യതയാണ് അദ്ദേഹം. സിനിമയും സാഹിത്യവും തമ്മിലുള്ള ബന്ധം അങ്ങനെ ആവണമല്ലോ. പിന്നെ അല്ലാതെ നമ്മൾ ചെയ്യുന്നത് അതുപോലെ ഡോക്യുമെൻ്റ് ചെയ്യാനാണെങ്കിൽ പിന്നെ സംവിധായകൻ്റെ സൃഷ്ടിപരതയുടെ ആവശ്യമില്ലല്ലോ. പിന്നെ അതുകൊണ്ട് തന്നെ ഇപ്പം നജീബിനെ നമ്മളിപ്പം നോവലിലുള്ള നജീബ് എന്ന് പറയുന്നത് വ്യത്യസ്തരായ പല നജീബുകളുണ്ട്. അയാളുടെ സ്ട്രഗിള് നമ്മൾ സിനിമയിൽ ഒരിടത്തും കാണാത്ത, ഒരുപക്ഷെ ജയിലിൽ അകപ്പെടണമെന്ന് ആഗ്രഹിച്ച നജീബ്, നിർഭാഗ്യങ്ങളെ ആഗ്രഹിച്ച നജീബ്, ആട്ടിറച്ചി കാണുമ്പം കണ്ണീര് വരുന്ന നജീബ്. അത്ഭുതമാണ്. ഒരു മനുഷ്യൻ നേരെ നമ്മളാർക്കും ആലോചിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മാറ്റപ്പെട്ട ഒരു മനുഷ്യൻ. അത്തരം നജീബുകളൊന്നും സിനിമയിലില്ല. അത് ആ സിനിമയുടെ ഒരുപക്ഷെ ഡിഫക്റ്റായിട്ട് പറയാമെങ്കിൽ പോലും നോവലിൻ്റെ കരുത്താണത്. ഒരു മനുഷ്യൻ ഏത് രീതിയിലാണ് മാറ്റപ്പെടുന്നത് എന്നുള്ളത്. ആട് എന്ന് പറയുന്ന, ഒരുപക്ഷെ നാട്ടിലായിരുന്നെങ്കിൽ അയാൾ ഏറ്റവും കൂടുതൽ കഴിക്കുമായിരുന്നൊരു ഭക്ഷണം അയാൾക്ക് വേണ്ടാന്ന് വെക്കേണ്ട ഒരവസ്ഥ. ജയിലിലൊരിക്കലും അകപ്പെടരുതെന്ന് കരുതുന്ന മനുഷ്യരുടെ ഇടയിൽ ജയിലിലൊന്നും ആയാൽ മതിയെന്ന് കരുതുന്ന ഒരു മനുഷ്യൻ, പോലീസുകാരനെ എങ്ങനെയൊന്നും പിടിച്ചാൽ മതിയെന്ന് പറയുന്ന മനുഷ്യൻ, സംസാരിക്കാതെ പോയ മനുഷ്യൻ, ജയിലിലെത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ. ഇങ്ങനെ വ്യത്യസ്തമായ നജീബിൻ്റെ വിഷ്വൽസ് ധാരാളം നോവലിലുണ്ട്. അങ്ങനെ ഇപ്പം ഒരു നോവലിൻ്റെ സമ്പൂർണ്ണാർത്ഥത്തിൽ നമ്മൾ വിഷ്വലൈസ് ചെയ്യാൻ പോയാൽ ചിലപ്പോൾ ഒരു 10 മണിക്കൂറെങ്കിലും ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനകത്തുനിന്ന് ഉപേക്ഷിക്കേണ്ടത് എന്താണ് എന്ന് സംവിധായകൻ തീരുമാനിച്ചിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അത്തരം ചില ലെയറുകൾ ഒഴിവാക്കിയിട്ട് ഈ സർവൈവൽ എന്ന് പറയുന്ന ഒരു തീമിൽ മാത്രം നിൽക്കുകയും അതിൻ്റെ ദൃശ്യസാധ്യതകൾ മുഴുവൻ തേടുകയും ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അത് നമ്മൾ ഒരു മ്യൂച്വൽ എഗ്രിമെൻറ്റിൽ അങ്ങനെ എത്തിച്ചേരുകയും ചെയ്തിട്ടുള്ളതാണ്. മലയാളിയുടെ മുന്നിൽ ഇപ്പോൾ ഒരു പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ, പലതരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൽ നജീബിൻ്റെ ഈ നോവലിൽ മറ്റൊരിടത്തും ഇല്ലാത്തൊരു പ്രതിസന്ധി ഈ നോവലിനും ഈ സിനിമയ്ക്കുണ്ട്. കാരണം ഇതിനകത്ത് കഥാപാത്രമാണെന്ന് നമ്മൾ പറയുന്ന വ്യക്തി ഏതെല്ലാമോ തരത്തിൽ അതിലെ നിറഞ്ഞു നിൽക്കുന്ന മനുഷ്യൻ ജീവിച്ചിരിപ്പുണ്ട്. അത് ഒരു സംവിധായകനും ഒരു ഗ്രന്ഥകാരനും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല, സാഹിത്യത്തിൽ കേട്ടിട്ടുമില്ല. അപ്പോൾ 3 വേർഷൻസാണ് സമൂഹത്തിലുള്ളത്. യഥാർത്ഥ നജീബ്, ബെന്യാമിൻ്റെ നജീബ്, ഇപ്പോൾ ബ്ലസ്സിയുടെ നജീബ്. ഈ 3 വേർഷൻസ് ഉണ്ട്. ഈ ആദ്യത്തെ വേർഷനെ ബേസ് ചെയ്താണ് രണ്ടാമത്തെ 1ഉം 2ഉം വേർഷൻസ് നിലനിൽക്കുന്നത്. ഇങ്ങനൊരു അവസ്ഥയിൽ അത് ഏതെങ്കിലും തരത്തിലൊരു പ്രതിസന്ധി ആവുന്നുണ്ടോ എന്നുള്ളത് എൻ്റെ ചോദ്യം. എഴുത്തുകാരൻ എന്ന നിലയിൽ അതൊരു പ്രതിസന്ധി ആയിട്ടില്ല എന്നുള്ളത് ഈ 16 വർഷം കൊണ്ട് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. ഇപ്പോൾ വീണ്ടും ഈ സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ടൊക്കെ നജീബ് രംഗത്ത് വരുമ്പം നജീബിൻ്റെ ഒരു വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്ക് ഒരു കടന്നുകയറ്റം സമൂഹം നടത്തുന്നു, അനാവശ്യമായ വിവാദങ്ങളിലേക്ക് പോകുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു സ്വാതന്ത്ര്യത്തെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നുള്ളൊരു ചിന്ത നിങ്ങളെ അങ്ങ് അലട്ടുന്നുണ്ടോ എന്നുള്ള ചോദ്യം. തീർച്ചയായിട്ടും. കാരണം അദ്ദേഹത്തിൻ്റെ
വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്ക് മാധ്യമങ്ങൾ കടന്നു കയറേണ്ട യാതൊരു സാധ്യതയുമില്ല എന്നുള്ളതാണ്. നമ്മളിതിനെ അദ്ദേഹത്തെ അങ്ങനെ പ്രൊമോഷന് വേണ്ടി ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ അദ്ദേഹത്തെ മ്യൂസിക് ലോഞ്ചിന് വേണ്ടി മാത്രം വിളിച്ച് ആദരിക്കുക മാത്രമാണ് ചെയ്തത്, അല്ലാതെ നമ്മൾ പത്രസമ്മേളനത്തിൽ കൊണ്ടുപോകുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ അദ്ദേഹം അവിടെ ഉണ്ട് എന്നുള്ള കാര്യം അടയാളപ്പെടുത്തേണ്ടതുണ്ട്. ഈ കഥയുടെ ഒരു കോർ എന്ന് പറയുന്നത് നജീബ് തന്നെയാണ്. അദ്ദേഹം ഇല്ല, അദ്ദേഹം ശൂന്യതയാണ് എന്ന് പറയുന്നത് അദ്ദേഹത്തോട് ചെയ്യുന്ന ഒരു വലിയ അനീതി കൂടിയാണ്. പക്ഷേ എന്താണ്, നമ്മുടെ സോഷ്യൽ മീഡിയ മാധ്യമങ്ങൾ, യൂട്യൂബ് ചാനലുകൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇടിച്ചു കയറി ചോദിക്കുന്ന ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കേണ്ട ചോദ്യങ്ങളാണോ എന്ന് സമൂഹം തീരുമാനിക്കേണ്ടതാണ്. ഒരു വ്യക്തിയോട് കഴിയാത്ത ഒരാളായിപ്പോയി അദ്ദേഹത്തിന് അത് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ എന്നോടാണ് ചോദിക്കുന്നതെങ്കിൽ എനിക്കത് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. പക്ഷേ അദ്ദേഹത്തിന് അത് രജിസ്റ്റർ ചെയ്യാൻ പറ്റാത്ത ഒരാളോട്, നിസ്സഹായനായ ഒരു മനുഷ്യനോട് ഇത്തരം ചോദ്യങ്ങളുമായി സമീപിക്കേണ്ടതുണ്ടോ എന്ന ഒരു ചോദ്യം സമൂഹം മനസ്സിലാക്കേണ്ടതുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ട്, പക്ഷേ അദ്ദേഹത്തെ അടയാളപ്പെടുത്തിയില്ലെങ്കിൽ അദ്ദേഹത്തെ നമ്മൾ തിരിച്ച് അതേ ചോദിക്കും. ഇതേ ആൾക്കാർ തന്നെ ചോദിച്ചുകൊണ്ടേയിരുന്നു, എന്തുകൊണ്ട് ആ പരിപാടിക്ക് നജീബിനെ വിളിച്ചില്ല, മറ്റേ പരിപാടിക്ക് വിളിച്ചില്ല, അതിനുകൊണ്ട് എന്തുകൊണ്ട്. അപ്പം സമൂഹത്തിൻ്റെ ഒരു ചെറിയ പ്രശ്നമായിട്ടാണ് ഞാനതിനെ കാണുന്നത്. നജീബിനെ വിളിച്ചാലും പ്രശ്നമാണ്, വിളിച്ചില്ലെങ്കിലും പ്രശ്നമാണ്. അദ്ദേഹത്തെ വിസിബിലിറ്റി കൊടുത്താലും പ്രശ്നമാണ്, കൊടുത്തില്ലെങ്കിലും അംഗീകാരമായിട്ട് അങ്ങേർക്ക് കൊടുക്കുന്നു. തീർച്ചയായും. പക്ഷേ അത് മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നു. ഈവൻ മറ്റൊരു ആരോപണം ഇതേപോലെ തന്നെ അദ്ദേഹത്തിന് പണം കൊടുക്കുന്നു എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട മനുഷ്യനാണെന്നോ, അതിൽ നിന്ന് എഴുത്തുകാരനും സിനിമക്കാരനും വലിയ പണം ഉണ്ടാക്കി, അതിനെങ്ങനെ, അങ്ങനെ ഒരു നൈതികതയുടെ ഒരു ചോദ്യം സോഷ്യൽ മീഡിയയിലുണ്ട്, അല്ലെങ്കിൽ പുറത്തുണ്ട്. അതിന് നജീബ് തന്നെ മറുപടി പറഞ്ഞല്ലോ. ഈ 2008 മുതൽ ഇത്രയും കാലം ഉള്ളത് വീഡിയോയിൽ തന്നെ പറഞ്ഞു, അല്ലാതെ പത്രമാധ്യമങ്ങളിലും അദ്ദേഹം പറഞ്ഞു. അന്നെങ്കിൽ എന്താണ് കൊടുത്തു വാങ്ങിയിട്ടുള്ളതെന്ന്, ഞങ്ങൾ തമ്മിലുള്ള സ്നേഹം എന്താണെന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങളതിനകത്തേക്ക് വെറുതെ ഇടപെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട. പക്ഷേ നമ്മൾ ഓരോരുത്തരും കൊടുത്തത് എന്താണ്, സിനിമയുടെ ഭാഗത്തുനിന്ന് ഇതുവരെ കൊടുത്തിട്ടുള്ളത് എന്താണെന്നൊക്കെ ഞങ്ങൾക്ക് രഹസ്യമായിട്ട് അറിയാം. ഞങ്ങൾക്കറിയാം അത് കൊടുത്തിട്ടുണ്ട്. പുറത്തു പറയേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് പരാതിയില്ലാത്തടത്തോളം കാലം പൊതുസമൂഹം അതിനകത്ത് ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ പറയുന്നത്. അപ്പം അത്തരത്തിലാണ് സഹകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് അത് പ്രശ്നം. സാമൂഹ്യമായിട്ട് നമ്മൾ സിനിമയ്ക്കകത്തെ ബന്ധങ്ങൾ, അല്ലെങ്കിൽ സിനിമയ്ക്ക് പുറത്തുള്ള കഥാപാത്രം, നോവലിന് പുറത്തുള്ള കഥാപാത്രം, ഇവർ തമ്മിലുള്ള ബന്ധങ്ങൾ, അപ്പോൾ ഒരു സമൂഹം എന്ന രീതിയിൽ നമ്മൾ എന്തെല്ലാമോ രീതിയിൽ ഒരു വൈകൃതമായ അന്വേഷണങ്ങൾക്ക് പോകുന്നു എന്നൊരു എഴുത്തുകാരൻ രീതിയിൽ തോന്നുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ അടിസ്ഥാന ചോദ്യം. തീർച്ചയായിട്ടും നമ്മൾ എങ്ങനെയൊക്കെയാണ് ഒരു പൊതുസമൂഹത്തിൽ ഇടപെടേണ്ടത് എന്നതിനെ സംബന്ധിച്ച് എഴുത്തിനെ കാണേണ്ടത്, വ്യക്തി ജീവിതത്തെ കാണേണ്ടത്, സിനിമയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കാണേണ്ടത് എന്നൊക്കെയുള്ളൊരു ആലോചന നമ്മൾ ഗൗരവമായി നടത്തേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. മലയാളി അനാവശ്യമായി എന്ത് കാര്യത്തിൽ ഇടപെടുന്ന ഒരു നികൃഷ്ട ജീവിയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു ഭയങ്കര വ്യസനം സത്യത്തിൽ എനിക്കുണ്ട് എന്നുള്ളതാണ്. എല്ലാവരുടെയും അവരുടെ ജീവിതത്തിൽ അനാവശ്യമായി ഇടിച്ചു കയറി അതിൽ അഭിപ്രായം പറയുന്ന ഒരാളായി അതിലെന്തോ ഒരു ആഹ്ലാദം കണ്ടെത്തുന്നു. ഞങ്ങളവനെ തെറി വിളിച്ചു എന്ന് പറഞ്ഞാൽ എന്തോ വലിയൊരു ആഹ്ലാദം. പക്ഷേ ഈ തെറി കേൾക്കുന്നവൻ ഇതൊന്നും യേശുന്നില്ല എന്ന് അവരറിയുന്നില്ല. അവരിത് കാണുന്ന പോലുമില്ല. ഞാനൊന്നും ഫേസ്ബുക്ക് നോക്കാറേ ഇല്ലാത്തത് കൊണ്ട് നമ്മളതൊന്നും കാണുന്നില്ല. ആരോ എവിടെ ഇരുന്ന് പറയുന്നു. നമ്മളിപ്പം അന്നെങ്കിൽ ഇവിടെ ഇരുന്നുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റിനെ തെറി വിളിച്ചാൽ അമേരിക്കൻ പ്രസിഡന്റ് ഒന്നും സംഭവിക്കില്ല എന്ന് പറയുന്നത് പോലെ നിങ്ങൾ അവിടെ ഇരുന്ന് തെറി വിളിച്ചാൽ നിങ്ങളുടെ മനസ്സ് കെടുമെന്നുള്ളതല്ലാതെ, പക്ഷേ നമ്മൾ എന്തിനാണ് ഇങ്ങനെ മോശം മനുഷ്യരായി നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. അല്ല, അതൊരു പുതിയ കാലത്തിൻ്റെ വെല്ലുവിളിയാണ്. നമ്മളെങ്ങനെ ഓവർകം ചെയ്യുന്നുള്ള വെല്ലുവിളി. ഇതിപോലെ ഒരു പ്രതിസന്ധിയാണ് ഒരു എഴുത്തുകാരൻ എന്നല്ല എനിക്ക് അറിഞ്ഞൂടാ. ലോകസാഹിത്യത്തിൽ പോലെ ഏതെങ്കിലും എഴുത്തുകാരൻ ബെന്യാമിനെ പോലെ ഇങ്ങനെ ഇത്തരമൊരു പ്രതിസന്ധിയിൽ ആവശ്യപ്പെട്ടു. താൻ എഴുതിയ നോവലിൻ്റെ ഓരോ അംശത്തെയും വിശദീകരിക്കേണ്ട ഒരു ഗതികേടിലേക്ക് പോവുകയാണ്. ഓരോ ഇൻ്റർവ്യൂവിലും പലതരത്തിലുള്ള ചോദ്യങ്ങൾ. ആ ഭാഗം എങ്ങനെ വന്നു, ഈ ഭാഗം, ഈ കഥാപാത്രം എങ്ങനെ, ഈ ഫാക്റ്റും ഫിക്ഷനും ശതമാനം വെച്ച് പറയേണ്ട അവസ്ഥയിലേക്ക് വന്ന ഒരു അവസ്ഥയില്ലേ? അതിനെ എങ്ങനെയാണ് നോക്കുന്നത്? അതും മലയാളിയുടെ മാത്രം പ്രശ്നമാണ്. അടുത്ത കാലത്ത് മാത്രം ഉണ്ടായിട്ടാണ്. ബഷീറിനോട് നമ്മൾ ഒരിക്കലും ചോദിച്ചിട്ടില്ല ബഷീറിൻ്റെ ജീവിതത്തിൽ എത്ര ഫാക്റ്റ് ഉണ്ട്, എത്ര ഫിക്ഷൻ ഉണ്ട് എന്ന്. മാധവക്കുട്ടിയോട് ചോദിച്ചു തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ വെച്ചാണ് ഇത് ആത്മകഥയോട് പറഞ്ഞു തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നതാണ്. പക്ഷെ അതിനു മുമ്പൊന്നും മലയാളി അങ്ങനെ ചോദിക്കുന്നവരായിരുന്നില്ല. ബഷീർ എന്ന് പറയുന്ന കഥാപാത്രത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ബഷീർ എന്ന പേരിൽ കഥ എഴുതിയിട്ട് ആരും ബഷീറിനോട് ചോദിച്ചില്ല ഇതിനകത്ത് എത്ര ഫാക്റ്റ് ഉണ്ട്, ഫിക്ഷൻ ഉണ്ടെന്ന്. നമുക്ക് അടുത്ത കാലത്തായി നമ്മളുടെ ഉള്ളിലുണ്ടായിട്ടുള്ള ഒരു CBI, മലയാളി CBI ഉണ്ടായിട്ടുള്ളതാണ്. ഇതിനകത്തെ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തുക. നിങ്ങൾ ഇത്ര നോവൽ എഴുതി, ശരി, ഇനി നോവലൊക്കെ എഴുതി, കാര്യം ശരിയാണ്, ഇതിനകത്തെ ശരി എത്ര, ഇതിനകത്തെ ഫിക്ഷൻ എത്ര എന്ന് ചോദിക്കുന്നത്. ഈ നോവലിനെ കുറിച്ച് മാത്രമല്ല, ഇപ്പോൾ ആടുജീവിതത്തെക്കുറിച്ച് മാത്രമല്ല, വളരെ ഫിക്ഷനിലാണെന്നറിയാവുന്ന മറ്റു നോവലുകളെക്കുറിച്ചും ആൾക്കാരത് ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇതിനകത്ത് ഫാക്റ്റ് എത്ര ഫിക്ഷൻ എത്ര എന്ന് പറയുന്നത്. അത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്തതാണ്, ഓരോ സാഹിത്യകൃതിയെയും ഓരോ
നിർമ്മിതിയെയും നമ്മളിങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇതിനകത്ത് ശതമാനക്കണക്ക് വെളിപ്പെടുത്തുക, അത് ഭാവനയെ അംഗീകരിക്കാത്തൊരു സമൂഹമായിട്ട് സർഗാത്മകതയെ അംഗീകരിക്കാത്ത, അല്ലെ സർഗാത്മക അറിയാമെന്നിട്ടും ഞങ്ങളൊക്കെ അറിയില്ല എന്ന് നടിക്കുന്ന, അതിലൂടെ ഒരു ആത്മരതി പോലെ ഇതിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരു വിഭാഗം ആൾക്കാരാണ്. അതേ സമയത്ത് ഞാൻ എപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ആടുജീവിതം ഇപ്പം 2.5 ലക്ഷം കോപ്പികൾ വിറ്റിട്ടുണ്ടെങ്കിൽ അതൊരു × 4 ഒരു 10 ലക്ഷം മലയാളികൾ മിനിമം വായിച്ചിട്ടുണ്ടാവുന്ന കാര്യം. ഈ 10 ലക്ഷം മലയാളികൾക്കും ഇല്ലാത്ത പ്രശ്നമാണ്, കഴിഞ്ഞ 16 വർഷമായി ഇല്ലാത്ത പ്രശ്നമാണ് അതിന് പുറത്തുള്ളവർ. ആ 10 ലക്ഷം മലയാളികളെ അല്ലെങ്കിൽ ആ വായന സമൂഹത്തെ നമ്മൾ അംഗീകരിക്കുക കൂടി വേണമെന്നുള്ളതാണ്. അവർക്കൊരിക്കലും ഇത്തരം ചോദ്യങ്ങൾ ഉണ്ടായിട്ടില്ല, അവർക്ക് ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടായിട്ടില്ല എന്നെങ്കിൽ മനസ്സിലായല്ലോ. വളരെ അപൂർവം ഇടങ്ങളിൽ നിന്ന് മാത്രം ഉണ്ടാകുന്ന 10-50 പേരിൽ നിന്ന് മാത്രം ഉണ്ടാകുന്ന ഒരു ഒന്നായിട്ടാണ് നമ്മൾ അവരെ ചേർത്ത് പിടിക്കുക കൂടി വേണം. ഇത് പറയുമ്പോൾ അവരൊക്കെ മോശക്കാരാണോ എന്ന തരത്തിലേക്കുള്ളൊരു വ്യാഖ്യാനത്തിലേക്ക് പോകേണ്ടതില്ല എന്നുള്ളത്. കാരണം എൻ്റെ ഈ 16 വർഷത്തിൽ അത്തരം ചോദ്യങ്ങൾ ആദ്യമായി നേരിടുന്നത് ഇപ്പോഴാണ് എന്നുള്ളത്. അത് മുഴുവൻ വായനയ്ക്ക് പുറത്തുള്ളവരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ഒരുപക്ഷെ ഈ നോവലിൻ്റെ കൂടി ഇപ്പം മറ്റ് നോവലിന് അങ്ങനെ വ്യാഖ്യാനങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടെന്ന് പിന്നെ ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലായി. പക്ഷേ എൻ്റെ ഒരു തോന്നൽ ഇതിനകത്ത് ആഖ്യാതാവ് നിലനിൽക്കുന്നു എന്നുള്ള, അപ്പം നിങ്ങളതിൻ്റെ എനിക്ക് തോന്നുന്നു ആ റിലീസിൻ്റെ തന്നെ നജീബിനെ അംഗീകരിച്ചിട്ടുള്ള ആളാണ് അല്ലേ? അപ്പോൾ ആ ഒരു തോന്നൽ മലയാളിയിൽ ഉണ്ടാക്കിയ എഴുത്തുകാരനെ കുറച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണോ എന്നുള്ളതാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഇത് ഒന്നാമത്തെ കാര്യം ആദ്യകാലത്ത് ചെയ്തിരുന്നതെന്ന് പറയുന്നത്, ഇത് എന്താണ്, ബെന്യാമിന് എഴുതാൻ അറിയില്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ആണ് ആൾക്കാർ അത് ചെയ്തുകൊണ്ടേയിരുന്നത്. ഇത് നജീബ് പറഞ്ഞു തന്നുകൊണ്ട് മാത്രം എഴുതിയതാണ്. അല്ലാതെ ഇതിപ്പോൾ ഞങ്ങൾ വിചാരിച്ചാലും എഴുതാൻ പറ്റുമായിരുന്നു, ബെന്യാമിന് എഴുതാനൊന്നും അറിയാവുന്ന ആളല്ല എന്ന് അംഗീകരിക്കാനൊരു മടി. അതുകൊണ്ട് എന്നാൽ പിന്നെ ഇത് മുഴുവൻ ജീവിതമാണെന്ന് നജീബിനെ കൊണ്ട് അംഗീകരിപ്പിക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക്. ഇയാളിനകത്ത് ഫിക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ, ഇത് എന്താണ്, ഇറങ്ങിയ ദിവസം മുതൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഇതിനകത്ത് ഫിക്ഷൻ ഉണ്ട് എന്ന്. ആണെങ്കിൽ എല്ലാ വേദികളിലും നിങ്ങൾ എൻ്റെ ഏത് ഇൻ്റർവ്യൂ എടുത്ത് നോക്കിയാലും ആടുജീവിതത്തെക്കുറിച്ച് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളിലും ഞാനിത് കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ആടുജീവിതം ഫിക്ഷൻ ഉണ്ട്, അതിനകത്ത് നജീബിൻ്റെ ജീവിതം മാത്രമല്ല എന്ന്. പക്ഷേ എന്നെങ്കിൽ നജീബ് പറഞ്ഞത് മാത്രമാണുള്ളതെന്ന് നമ്മളെ കൊണ്ട്, അതായത് ഇയാളൊരു എഴുത്തുകാരനെ അല്ല, ഇയാൾക്കിതൊന്നും അറിയില്ല എന്ന് നിരന്തരം പഴി പറഞ്ഞ് സന്തോഷിക്കാനുള്ള ഒരു ശ്രമമാണ്. പക്ഷേ അതിനുശേഷം മഞ്ഞവയിൽ മരണങ്ങൾ വന്നപ്പോൾ അവർക്ക് വിഷമമായി, അല്ലെങ്കിൽ മാന്തല്ലൂർ വന്നപ്പോൾ അതെ അത് കൂടുതൽ വലിയ പ്രശ്നങ്ങളായി വരുന്നു. ഇപ്പം മാന്തല്ലൂർ വരുന്നു, അതിന് വയലാർ അവാർഡ് കിട്ടുന്നു, മുല്ലപ്പൂനിറയുള്ള വയറുകൾ വരുന്നു, ഇന്ത്യയിലെ ഏറ്റവും വലിയ പുരസ്കാരം കിട്ടുന്നു. അപ്പോൾ പിന്നെ ബെന്യാമിൻ എഴുത്തുകാരനാണെന്ന് അംഗീകരിക്കാനും വയ്യ. അപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ തരത്തിൽ പഴി പറയാന്നുള്ളതല്ലാതെ ഞാനതിനെയൊന്നും ഒട്ടും ഗൗരവമായി കാണുന്നില്ല, 1% പോലും ഗൗരവമായി കാണുന്നില്ല. ഇവരുടെയൊക്കെ മനസ്സെന്താണെന്ന് എനിക്ക് കൃത്യമായി അറിയാവുന്ന ഒരാളെന്ന നിലയിൽ വളരെ പുച്ഛത്തോടുകൂടി തന്നെ തള്ളിക്കളയുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഇതിൻ്റെ പേരിൽ അറിയപ്പെടുന്നതിൽ നജീബിന് എന്തെങ്കിലും പ്രശ്നമുണ്ട്? ബിക്കോസ് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കണ്ടത്, അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് പോലും പറയാതിരുന്ന കഠിന ദുഃഖങ്ങളാണ് അദ്ദേഹം മറച്ചു വെച്ചിരുന്നതാണ്. ഒരുപക്ഷെ ആ നോവൽ വായിച്ചതിന് ശേഷമാണ് അവർ പോലും മനസ്സിലായതെന്ന് പറയുന്നത്. ഇതിലെ ഏതൊരു സംഭാഷണത്തിലും അങ്ങനെ ഒരു വാചകം കണ്ടു. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയായിരുന്നു, പറയാതിരുന്നത് തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്കറിയാം. ഇപ്പം ഇന്നലെ ഞാൻ നജീബിൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അപ്പം ഒരു സുഹൃത്ത് എൻ്റെ അടുക്ക വന്നിട്ട് പറയുമായിരുന്നു, നജീബിൻ്റെ ഈ കഥ ഞാനാണ് ആദ്യം കേൾക്കുന്നത്, പക്ഷേ എനിക്ക് എഴുതാൻ അറിയത്തില്ലായിരുന്നു, നിങ്ങൾക്ക് എഴുതാൻ അറിയാമായിരുന്നു എന്ന് പറയുന്നത്. അങ്ങനെ സുഹൃത്തുക്കളുടെ ഇടയിൽ, ബന്ധുക്കളുടെ ഇടയിൽ അങ്ങനെയാണല്ലോ ഞാൻ അറിയുന്നത്. അല്ലെങ്കിൽ പിന്നെ ഞാൻ അറിയില്ലല്ലോ, എനിക്ക് നേരിട്ട് നജീബിനെ അറിയാമായിരുന്ന ആളല്ലല്ലോ. അപ്പോൾ ഇത് ഓൾറെഡി അവരുടെ സുഹൃത്ത് വലയത്തിൻ്റെ ഉള്ളിൽ എല്ലാവർക്കും അറിയാമായിരുന്നു, കുടുംബത്തിൽ അറിയില്ലായിരുന്നു മാത്രമേ ഉള്ളൂ. പക്ഷേ സുഹൃത്ത് വലയത്തിലും അളിയൻ ഹുസൈൻ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. അപ്പം അവർക്കൊക്കെ അറിയാവുന്ന കഥയാണ്. അതിൽ നിന്നാണ് ഞാൻ, അല്ലാതെ ഞാൻ ആദ്യമായി ഞാനാണ് അറിയുന്നത്. അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ ഈ പുസ്തകം അങ്ങനെ ഒരു പരാതി ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, ഈ 16 വർഷമായി ഒരിക്കലും അദ്ദേഹം പരാതി ഉന്നയിച്ചിട്ടില്ല എൻ്റെ പേരിലാണെന്നോ അല്ലെങ്കിൽ ഞാൻ അറിയപ്പെടുന്നു. അതിലതൊക്കെ അദ്ദേഹം സന്തോഷത്തോടു കൂടിയാണ്. ഇപ്പോഴാണെങ്കിലും അദ്ദേഹം പറയുന്നത് ഞാൻ അറിയപ്പെടുന്നത് ഈ പുസ്തകത്തിൻ്റെ പേരിലും അല്ലെങ്കിൽ സിനിമയുടെ പേരിലുമാണ്, എനിക്ക് കിട്ടുന്ന ആദരവും ബഹുമാനവും അംഗീകാരവും സ്നേഹവും ഒക്കെ ഈ പുസ്തകം എഴുതിയതുകൊണ്ട് മാത്രമാണ് എന്നുള്ളതാണ്. വേണമെങ്കിൽ ബെന്യാമിന് പേര് മാറ്റിയിട്ട് എനിക്ക് അങ്ങനെ ഒരാളെ അറിയില്ല, ഇത് ഞാൻ വളരെ പാകിസ്ഥാനിൽ നിന്ന് വന്ന ഒരാളിൽ നിന്ന് കേട്ട ഒരു കഥയാണെന്നോ മറ്റൊക്കെ പറഞ്ഞൊക്കെ ചെയ്യാൻ അങ്ങനെയല്ലല്ലോ. നമ്മളൊരു സാധനം ഒരിടത്തു നിന്ന് എടുക്കുമ്പം
അയാൾക്കൊരു ഒരു ഒരു ക്രെഡിറ്റ് കൊടുക്കേണ്ടതില്ല, ഇയാളിൽ നിന്ന് തന്നെയാണ് എന്ന് പറഞ്ഞാൽ, അല്ല അയാളെ ഒളിച്ചു വെക്കുകയല്ലല്ലോ നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളത്. ആ കാര്യത്തിൽ ചെയ്തിട്ടുണ്ട്. അതേസമയം തന്നെ ഞാനത് ഫിക്ഷനാണ് എന്ന് പറയുകയും ചെയ്തുകൊണ്ട് അവിടെയാണ് ചോദ്യം. ഈ ഫിക്ഷനാണെന്ന് പറഞ്ഞിട്ട് അത് ഉൾക്കൊള്ളാത്ത മലയാളി ഈ ഫിക്ഷനിലുള്ള പല രംഗങ്ങളും അയാളുടേതാണെന്നുള്ള രീതിയിൽ അയാളോട് ചോദ്യം ചോദിക്കുന്ന ഒരു അവസ്ഥ. അതാണ് ഞാൻ കൃത്യമായിട്ടും പറയാം, ആ ഒരു രംഗത്തെക്കുറിച്ചുള്ള ഒരഭിപ്രായം വന്നില്ല ലൈംഗികമായിട്ടുള്ള. ഈ ഇതിൽ ഫിക്ഷണൽ എന്ന് പറയുന്ന ഹക്കീമിന്റെ മരണത്തെക്കുറിച്ച് ആർക്കും അറിയേണ്ട കാര്യമില്ല. ചെടി ഞാൻ നേരത്തെ പറഞ്ഞ അദ്ദേഹത്തിന്റെ മറ്റു ഭാഗങ്ങളൊന്നും അറിയേണ്ടതില്ല. ആൾക്കാർക്ക് ഒരു കാര്യത്തെക്കുറിച്ച് അറിയണ്ട. മലയാളിയുടെ വൈകൃതമായ മനസ്സ് എവിടെയാണ് ചെന്ന് നിൽക്കുന്നതെന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അത് സംഭവിച്ചോ എന്ന് മാത്രമാണ് മലയാളിക്ക് അറിയേണ്ടത്. വേറെ ഒരു കാര്യം അന്വേഷിക്കാൻ, ജയിലിൽ പോയോ മുട്ടയടിച്ചോ ഒന്നും നോക്കുന്നില്ല, അല്ലെങ്കിൽ എന്താണ് ആട്ടിറച്ചി കഴിഞ്ഞതിന്റെ ആവശ്യം അവരും അറിയുന്നില്ല. അതൊന്നുമില്ലാത്ത പ്രശ്നമാണ് മലയാളിക്ക് ലൈംഗികത. മാത്രമല്ല ആ നോവലിൽ എൻ്റെ ഓർമ്മ ശരിയാണ് 26-ാം അധ്യായത്തിലാ മറ്റാണ് അദ്ദേഹത്തിൻ്റെ ഒരു ലൈംഗിക തൃഷ്ണ തോന്നുകയും അദ്ദേഹം അങ്ങനെ പോവുകയും പഴയ ഓർമ്മ വെച്ചിട്ട് എന്താ പൊച്ചാളി രമണി അത് അങ്ങനെ ഒരു ക്യാരക്ടർ ഇട്ട ആടിൻ്റെ കൂടെയാണ് അദ്ദേഹം ഉറങ്ങി എഴുന്നേറ്റപ്പോൾ കണ്ടതെന്ന് മാത്രമേ ഉള്ളൂ. വളരെ മനോഹരമായിട്ട് എഴുതിയൊരു ഭാഗമാണ്, ഒരു ഭാഗമാണ്. പക്ഷെ അതിനെയാണ് മലയാളി ഇപ്പം അതെങ്ങനെയാണ് വിവാദം വന്നത്? വിവാദം വന്നത് ആരോ യൂട്യൂബ് ചാനലുകാരൻ പോയി അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ഈ ജീവിതത്തിൽ ഇത് ഉണ്ടായതാണോ ഇല്ലയോ എന്ന് ചോദിച്ചു. അപ്പോൾ അത് സിനിമയിൽ ഇല്ലാത്ത സിനിമ ഇല്ലാത്ത എന്തെന്ന് അന്വേഷണം വന്നു. എന്നെങ്കിൽ അതിലുപരിയായി എന്നെങ്കിൽ എന്തായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ വന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അത് എങ്ങനെയായിരുന്നു അതിൻ്റെ ഇതൊന്നും കാഴ്ചപ്പാടിൽ ആ രംഗം ഉണ്ടോ? ഇല്ല, അത് എടുക്കുന്നില്ല. നമ്മൾ ചർച്ചയിൽ അത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരു ഇതുണ്ടായതെന്ന് പറയുന്നത്, ഒരു ക്ലാരിറ്റി ഇഷ്യൂ വന്നതെന്ന് പറയുന്നത് ഈ എന്താണ്, അത് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു ധാരണ എനിക്കുണ്ടായിരുന്നു. അത് കാരണം അത് നോവലിലെ അത് നമ്മൾ എന്നെങ്കിൽ ധാരാളം ചർച്ച ചെയ്തതാണ്. ഞാനും പൃഥ്വിരാജും ബ്ലസ്സിയും ക്രൂ എല്ലാം അങ്ങനെ ചർച്ച ചെയ്യും, അതെങ്ങനെ ഷൂട്ട് ചെയ്യുമെന്നതിനെ സംബന്ധിച്ച് ധാരണ ലാവുകയും ചെയ്തതാണ്. അപ്പോഴാണ് പക്ഷേ അവിടെ ചെന്ന് ഇത് എല്ലാം ചെയ്ത സമയത്ത് ഇതിൻ്റെ ടൈം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമായി മാറുകയും 1 മണിക്കൂറോളം സാധനങ്ങൾ ഷൂട്ട് ചെയ്തതെല്ലാം കളയുകയും ചെയ്യേണ്ടി ഒരവസ്ഥ വന്നിട്ട്, പിന്നീട് എന്താണെന്ന് ചോദിച്ചാൽ ഇതിന് സർട്ടിഫിക്കറ്റ് കിട്ടിയത് എ സർട്ടിഫിക്കറ്റാണ്. അപ്പോൾ അത് കുറച്ച് മുമ്പേ തന്നെ ബ്ലസ്സി പറയുകയായിരുന്നു, എ സർട്ടിഫിക്കറ്റ് കിട്ടിയതെന്ന് പറയുന്നത് എന്നെങ്കിൽ ഈ സീനുകൾ കൊണ്ടാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ സിനിമ കണ്ടില്ലല്ലോ. അപ്പോൾ അതല്ല, ശരിക്കും പൃഥ്വിരാജിൻ്റെ ന്യൂഡിറ്റി കൊണ്ടാണ് ഈ സർട്ടിഫിക്കറ്റിലേക്ക് പോകുന്നത്. ഷൂട്ട് ചെയ്തിട്ടേ ഇല്ല ഷൂട്ട് ചെയ്തിട്ടില്ലെന്നാണ് ബ്ലസ്സി പറയുന്നത്. ഈ ഒരു വ്യക്തി ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ചാകുമ്പോൾ നമ്മൾ അത്തരം ഒരു കരുതൽ കൂടി വേണ്ട. പുസ്തകത്തിന്റെ മറ്റൊരു ചിത്രം ഒരു ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള ആരോപണങ്ങൾ പലയിടത്തും വരുന്നുണ്ട്. അതൊക്കെ പണ്ട് തൊട്ടേ തുടങ്ങിയതാണ്. നമ്മൾ അതിനെക്കുറിച്ചൊന്നും അഡ്രസ്സ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇത് എത്രമാത്രം കൃത്യമായ കാര്യങ്ങളാണ് പറയുന്നത്. ഇസ്ലാമിക് ഫോബിയ എന്ന തരത്തിലല്ല എന്നും അതിനകത്തെ കഥാപാത്രങ്ങളെല്ലാം ഇസ്ലാമാണെന്നും അതിനകത്ത് രക്ഷിക്കുന്ന കഥാപാത്രവും ഇസ്ലാമാണ് എന്നുള്ളതാണ്. അപ്പോൾ അത് മതത്തെ അഡ്രസ്സ് ചെയ്യുന്നതേ ഇല്ലല്ലോ. മതം അവിടെ ഒരു പ്രശ്നമായി വരുന്നതേ ഇല്ല. അഡ്രസ്സ് ചെയ്യുന്നത് ഏകാന്തത, മനുഷ്യന്റെ ദുഃഖമാണ്, അയാളുടെ ഒറ്റപ്പെടലാണ്. പറഞ്ഞതുപോലെ അയാൾ ഒരിടത്ത് ചെന്ന് അഡാപ്റ്റ് ചെയ്യപ്പെടുക എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് അത്. അല്ലാതെ അതിനകത്ത് ഇസ്ലാമോഫോബിയ ഉണ്ട് എന്ന് പറയുന്നു, പിന്നീട് ഗൾഫ് ഫോബിയ ആണെന്ന് പറയുന്നു, ഇത്തരം അറബിക് ഫോബിയ ആണെന്ന് പറയുന്നു. അതൊക്കെ എന്താണ്, വെറുതെ ഇരിക്കില്ല. സമൂഹത്തിൽ ഇത്രയും സാഹചര്യങ്ങൾ ഉണ്ടെന്ന് പോലും നമ്മൾ ഈ നോവലിലൂടെ മനസ്സിലാക്കാം. അറബിയുടെ മനസ്സിൽ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അദ്ദേഹം അടിമകളെ എങ്ങനെ കാണുന്നു, എത്ര കഠിനമായ ജീവിതമാണ് ഉണ്ടാക്കുന്നത്, അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ ദാർശനികമായിട്ട് പോലും അഡ്രസ്സ് ചെയ്യുന്നൊരു നോവലായിട്ട് അതിനെ നമുക്ക് കാണേണ്ടതാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇതൊരു പൊളിറ്റിക്കൽ സ്റ്റാൻഡിൻ്റെ പേര് പറയുന്നത് ഒറ്റ ഒരു കാര്യമുണ്ട്. നോവലിനെ കുറിച്ചുള്ള ഒരു വലിയ വളരെ കാലമായി കേൾക്കുന്ന ഒരു ഇതാണ് റോഡ് ടു മെക്ക എന്ന് പറയുന്ന നോവൽ, കൃതിയുമായിട്ടുള്ള ആത്മകഥയുമായിട്ടുള്ള ചില ബന്ധങ്ങൾ. അത് വീണ്ടും ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടാവാം. പക്ഷേ ഈ സാഹചര്യത്തിൽ വീണ്ടും അത് വല്ലാത്ത രീതിയിൽ വരുന്നുണ്ട്. അതിനൊരു പൊളിറ്റിക്കൽ ഡയമെൻഷൻ കൂടി വരുന്നുണ്ട്. ജന്മഭൂമി പോലുള്ള പത്രങ്ങൾ പോലും അതിനെ കൊണ്ടു നടക്കുകയാണ്. ഈ വളർച്ച ഉണ്ടാകുന്നതിനെതിരെ എന്തെങ്കിലും പറയാമെന്ന് പറയുന്നത് എന്താണ്, അതിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. നമ്മൾ എല്ലാ കാലത്തും ഞാനതിനെ അഡ്രസ്സ് ചെയ്തിട്ടേ ഉണ്ട്. ബെന്നോക്രി എന്ന് പറയുന്ന എഴുത്തുകാരൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ അനുഭവിച്ചത്, നമ്മൾ വായിച്ചത്, നമ്മൾ ഓർക്കുന്നത്, ഇത് മൂന്നുമാണ് എന്നുള്ളത്. നമ്മൾ വായിച്ചതിൽ നിന്ന് നമ്മളെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തുണ്ട് എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. നമ്മളൊരു വലിയൊരു ശൂന്യതയാണ്. നമ്മൾ എഞ്ചുപടി വായിച്ച് പഠിച്ചിട്ടാണ് നമ്മൾ കണക്ക് പഠിച്ചത്. അതുകൊണ്ട് എഞ്ചുപടി മോഷ്ടിച്ചതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെന്താണ് സാഹിത്യ ചോരണം എന്നുള്ളൊരു ചോദ്യമുണ്ട്. സാഹിത്യ ചോരണം എന്ന് പറയുന്നത് ഒരാളുടെ സർഗാത്മകമായ സൃഷ്ടിയിൽ നിന്ന് നിങ്ങൾ ഒരു സാധനം മോഷ്ടിക്കുകയാണ് എങ്കിൽ, നിങ്ങൾ ഒരു ONVയുടെ കവിതയിൽ നിന്നൊരു സാധനം എടുത്ത് അതുപോലെ പകർത്തുകയാണെങ്കിൽ അത് മോഷണമെന്ന് പറയാം.
പക്ഷേ പൊതുവിൽ ആണെങ്കിൽ അവൈലബിളായ കോമണായ ഒരു സാധനത്തെ നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും എടുക്കാം. 5+3=8 എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. മരുഭൂമിയിലെ ജീവിതം എന്ന് പറയുന്നത്, അതിനകത്ത് പറയുന്ന ബെദുവിൻ ജീവിതം എന്ന് പറയുന്നത് എല്ലാവർക്കും അവൈലബിളായ ബെദുവിൻ ജീവിതത്തെക്കുറിച്ചുള്ള കാര്യമാണ്. സ്വാഭാവികമായിട്ടും ഞാൻ റോഡ് ടു മക്ക റെഫർ ചെയ്തിട്ടുണ്ട്. കാരണം മരുഭൂമിയെക്കുറിച്ച് പഠിക്കുന്ന അവൈലബിളായ ഒരു ടെസ്റ്റ് എന്ന നിലയിൽ അത് ഒരു ഫിക്ഷണൽ കൃതി അല്ലാത്തത് കൊണ്ട്, ഒരാളുടെ സർഗാത്മകതയിൽ നിന്ന് വന്നിട്ടല്ലാത്തതായതുകൊണ്ട് സ്വാഭാവികമായിട്ടും റോഡ് ടു മക്ക റെഫർ ചെയ്യാതെ എങ്ങനെയാണ് ഞാൻ മരുഭൂമിയിലേക്ക് പോകുന്നത്? മരുഭൂമിയുടെ കുറിച്ചുള്ള 30ഓളം പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. ഈ പല്ലിയെ കാണുന്ന ഒരു സെഷൻ, ഒരു സീൻ അതിനകത്തുണ്ട്. അത് ഞാൻ അമേരിക്കയിലുള്ള ഒരു പുസ്തകത്തിൽ നിന്നാണ്. മരുഭൂമിയിൽ പല്ലികൾ ഉണ്ടാവുന്നിടത്താണ് വെള്ളത്തിൻ്റെ സൂചന ഉള്ളതെന്ന് പറയുന്നത്. അങ്ങനെ തന്നെ ഇപ്പം ആട് വളർത്തലിനെ കുറിച്ച് നമ്മൾ എത്ര പുസ്തകങ്ങൾ വായിച്ച് മനസ്സിലാക്കുന്നുണ്ട്. മരുഭൂമിയിലെ ഇവിടെ നടക്കുന്ന മനുഷ്യർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ തന്നെ. അജീബ് 2 വരികൾ കൊണ്ടാണ് പറയുന്നത്, ഞാൻ കഷ്ടപ്പെട്ട് മരുഭൂമിയിലൂടെ ഓടി തളർന്ന് അങ്ങ് റോഡിൽ 2 ദിവസം കൊണ്ടാണ് എത്തിയത്. ഈ 2 ദിവസം, ഇത് 2 വരിയാണ് നമ്മൾ 7ഓ 8ഓ ചാപ്റ്ററായി മാറ്റേണ്ടത്. അതിന് നമ്മൾ ധാരാളം ഗവേഷണങ്ങൾ നടത്തും, പഠനങ്ങൾ നടത്തും. അത് സാഹിത്യ ചോരണമല്ല എന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. അത് എഴുതിയിട്ടുള്ള, അത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുള്ള എം എൻ കാരശ്ശേരി മാഷ് 100 പ്രാവശ്യം അത് എടുത്തു പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് ഞാൻ സാഹിത്യചോരണം എന്താണെന്നൊക്കെ കൃത്യമായ ബോധ്യത്തോടുകൂടി ആണ് അത് അതിൻ്റെ തിയറിയൊക്കെ വായിച്ച് പഠിച്ചിട്ട് തന്നെയാണ് ഞാനത് ചോദിക്കാൻ കാരണം. ഒരിക്കൽ കൂടി അത് മലയാളി കേൾക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇതെന്താണെന്നുള്ള ധാരണ എനിക്കുണ്ട്. അപ്പോൾ അതൊന്നുകൂടി കേൾക്കട്ടെ. സാഹിത്യചോരണം എന്താണെന്നോ അല്ലെന്നോ ഒക്കെ കൃത്യമായ ബോധ്യത്തോടു കൂടി തന്നെയാണ്. അതുകൊണ്ട് റോഡ് ടു മക്ക എന്ന് പറഞ്ഞൊന്നും എന്നെ പേടിപ്പിക്കാൻ ശ്രമിക്കേണ്ട. ഇതൊക്കെ മച്ചാൻ നേരത്തെ ഒത്തിരി കാലം കണ്ടിട്ടുള്ളതാണെന്നുള്ളതാണ്. ഒരു ഇപ്പോൾ 10-16 കൊല്ലത്തിന് മുമ്പ് എഴുതിയൊരു വർക്ക് വീണ്ടും സജീവമായിട്ട് സിനിമയാവുന്നു. അതിലേക്ക് തിരിച്ചു പോകുമ്പം ആ നോവലിനെ കുറിച്ച് എന്താ തോന്നുന്നത്? ഒരുപാട് പല വിമർശനങ്ങളും പല ഭാഗത്തും. ഇത്തരം വിമർശനങ്ങളല്ലാതെ സാഹിത്യപരമായ വിമർശനങ്ങളുണ്ട്. ചില സമയത്ത് ആഖ്യാതാവിനെ മറന്നുകൊണ്ട് കഥാകാരൻ വരുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ എനിക്ക് പോലും ഉണ്ടായിട്ടുണ്ട്. നജീബ് എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിന് ചേരാത്ത ചില വാക്യങ്ങളും അദ്ദേഹത്തിന്റെ ആലോചനകളും വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരു ചെറിയ ക്ഷീണമുള്ള. ഇപ്പോഴാണെങ്കിലും ഞാൻ അതിനെ അങ്ങനെ തന്നെയാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു ആലോചനയുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, പലരും വിചാരിക്കുന്നത് വളരെ ബൗദ്ധികമായി ഉയർന്നവർക്ക് മാത്രമാണ് അത്തരം ചില ദാർശനികമായ വിചാരങ്ങൾ ഉണ്ടാവുന്നത് എന്നാണ്. ഞാൻ വിചാരിക്കുന്നത്, ഞാൻ തെരുവിൽ കണ്ടുമുട്ടിയിട്ടുള്ള, വഴിവക്കിൽ കണ്ടുമുട്ടിയിട്ടുള്ള സാധാരണക്കായ മനുഷ്യർ നമ്മൾ പറയുന്നതിനേക്കാൾ വലിയ ദാർശനിക വിചാരങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ സാധനം ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഈ നോവലിനെ ഇത്രയും കാലത്തിന് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് അഞ്ചാം ക്ലാസ്സിൽ വരെ വിദ്യാഭ്യാസമുണ്ടെന്ന് സങ്കല്പിക്കുന്ന ഒരു കഥാപാത്രം പറയുന്ന ഒരു നോവൽ എന്ന രീതിയിലാണ് സങ്കല്പിച്ചുള്ളത്. ഭാഷാപരമായ ഒരു കെട്ടും അതിനകത്ത് വേണ്ട എന്ന് തീരുമാനിച്ച് തന്നെ എഴുതി. അതിന് മുമ്പ് ഞാൻ എഴുതിയിട്ടുള്ള നോവലുകളും അതിന് ശേഷം ഞാൻ എഴുതിയിട്ടുള്ള നോവലുകളും വായിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവുന്നേ ഉള്ളൂ. അത് ആ ബോധത്തിൽ നിന്ന്, ആ ബോധപൂർവമായി സൃഷ്ടിക്കപ്പെട്ടതാണ്. അതിനകത്ത് ഭാഷാപരമായ വൈകല്യങ്ങളുണ്ടാവാം, മറ്റ് ഗിരിമകളില്ലാവാം, ശൈലീപരമായ പ്രശ്നങ്ങളുണ്ടാവാം. അത് അങ്ങനെ തന്നെ ഇഷ്ടമാണ്. അത് അത് അത്തരത്തിലൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്നത് ആ നോവലിൻ്റെ മികവായിട്ടാണ് ഞാൻ കാണുന്നത്. ഓർമ്മപ്പെടുത്തലാണ്. അതൊരു നോവലാണ് എന്നും അതിനകത്ത് ഞാൻ എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് ആ രീതിയിൽ തന്നെ അത് പറയാൻ എനിക്ക് പറ്റിയിട്ടുണ്ട് എന്ന്. വേണമെങ്കിൽ എനിക്ക് അവിടെയൊക്കെ പലതരത്തിലുള്ള ഭാഷാപരമായ ഇത്, കാരണം എൻ്റെ അക്കപ്പോരൊക്കെ അതിന് തൊട്ട് മുമ്പ് എഴുതിയ കൃതി, അതിനകത്തെയൊക്കെ ഭാഷാഘടനയൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് അതിനെ ഞാൻ ഇപ്പോഴും ഇത്രയും കാലത്തിന് ശേഷവും അതിനെ അങ്ങനെ തന്നെയാണ് കാണുന്നത്. മറ്റൊന്ന്, ആ നോവലിനൊരു വിധി, ഒരു ചരിത്രം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു നിയോഗമുണ്ടായിരുന്നു. ആ വഴിയിലൂടെയൊക്കെ അത് സ്വാഭാവികമായി സഞ്ചരിച്ചു പോയ ഒരു നോവലാണ്. അതങ്ങനെയൊക്കെ ആവണമായിരുന്നു എന്നുള്ളത് മാത്രമേ ഞാൻ വിചാരിക്കുന്നുള്ളൂ. തീർച്ചയായിട്ടും പുതിയ തലമുറ വീണ്ടും വായിക്കട്ടെ, സിനിമ കാണട്ടെ, ആ സിനിമയിലൂടെ നോവലിലേക്ക് വീണ്ടും. തീർച്ചയായിട്ടും സിനിമയിലൂടെ പുതിയൊരു തലമുറ കൂടി നോവലിലേക്ക് വരും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം സിനിമ കണ്ടതിന് ശേഷം അതിന് ആധാരമായിട്ടുള്ള പ്രധാനപ്പെട്ട കൃതി എന്താണ്, അത് എങ്ങനെയാണിത് രൂപമാറ്റം സംഭവിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ പുതിയ തലമുറ മുന്നോട്ട് വരും എന്നുള്ളതാണ് എൻ്റെ സന്തോഷം. ഇത് സിനിമയാവുന്നു എന്ന് പറയുന്നത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അത് മലയാള സാഹിത്യത്തിന് മുഴുവൻ ഉണ്ടാകുന്ന ഒരു ഉണർവായി മാറുകയും അതിലൂടെ പുതിയ കൃതികൾ സിനിമയായി മാറുകയും, എങ്ങനെയാണോ ആടുജീവിതം 2008 വന്നപ്പോൾ ഒരു വായനയ്ക്കൊരു വലിയ വിപ്ലവം ഉണ്ടായത്, അതുപോലെ തന്നെ സിനിമയ്ക്ക് ഒരു നല്ല കൊടുക്കൽ വാങ്ങൽ വിപ്ലവം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യും. കൂടുതൽ എഴുതാൻ കഴിയട്ടെ. ആടുജീവിതത്തിൻ്റെ ഇതിൽ നിന്ന്, മേച്ചിൽപ്പുറത്തിൽ നിന്ന് അപ്പുറത്തേക്ക് വിശാലമായ വലിയ കൃതികളിലൂടെ വീണ്ടും അടയാളപ്പെടുത്തട്ടെ. സിനിമ എന്നത് സിനിമയ്ക്ക് വേണ്ടി എഴുതുന്ന സാഹിത്യമല്ല, സാഹിത്യത്തിൽ നിന്ന് സിനിമ ഉണ്ടാക്കുന്നു എന്ന പുതിയ തിരിച്ചറിവിലേക്ക് വീണ്ടും മലയാള സിനിമ വരട്ടെ. സന്തോഷം. താങ്ക് യു.